കോട്ടയം നഗരസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി തോമസ് ചാഴികാടൻ എം പി ഫണ്ടിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികളിൽ നഗരസഭ വീഴ്ച വരുത്തിയെന്നും 26 ലക്ഷം രൂപയുടെ പദ്ധതികൾ മുടങ്ങിയെന്നും തോമസ് ചാഴികാടൻ 24നോട് പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കൌൺസിൽ യോഗങ്ങൾ തടസ്സപ്പെടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നഗരസഭയുടെ വാദം. റോഡുകളുടെ അറ്റകുറ്റപ്പണി, ഹൈമാസ് ലൈറ്റുകൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്ക് വേണ്ടിയാണ് എംപി ഫണ്ടിൽ നിന്നും കോട്ടയം നഗരസഭയ്ക്ക് പണം അനുവദിച്ചത്. എന്നാൽ ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിന് നഗരസഭ തയ്യാറാകുന്നില്ലെന്നാണ് തോമസ് ചാഴികാടൻ എംപിയുടെ വിമർശനം. അവര് 2021 നവംബറിൽ ഞാൻ എഴുതി കൊടുത്ത വർക്കിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയത് 2023 ജൂലൈ മാസത്തിലാണ്. കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള സ്വച്ഛ് ഭാരത് മിഷൻ, അതിലൂടെ ലഭിച്ച ഏതാണ്ട് 2,74,00,000 രൂപ 2.5 വർഷം കഴിഞ്ഞിട്ട് പോലും ചെലവാക്കാൻ കഴിഞ്ഞത് മുനിസിപ്പാലിറ്റിക്ക് 30 ലക്ഷം രൂപയുടെയാണ്. അപ്പോൾ അത്തരത്തിലൊരു കെടുകാര്യസ്ഥതയുടെ വിഷയം കോട്ടയം മുനിസിപ്പാലിറ്റിയിലുണ്ട്. കെടുകാര്യസ്ഥത മൂലം 26 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നടപ്പാകാതെ കിടക്കുന്നത്. ഇക്കാര്യം പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നഗരസഭ വീഴ്ച വരുത്തുകയാണെന്നും എംപി ആരോപിക്കുന്നു. നിരവധി തവണ ഞാൻ തന്നെ വ്യക്തിപരമായി മുനിസിപ്പാലിറ്റിയിൽ ബന്ധപ്പെടുകയും അത് മുനിസിപ്പൽ ചെയർമാനെ ബന്ധപ്പെട്ടു, ചെയർപേഴ്സണെ ബന്ധപ്പെട്ടു, മുനിസിപ്പൽ സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, പലതരത്തിൽ അതിന് ഫോളോ അപ്പ് നടത്തിയിട്ടും യാതൊരു നീക്കവും ഉണ്ടായില്ല. എന്നാൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കൌൺസിൽ യോഗം തടസ്സപ്പെടുന്നതിനാൽ പദ്ധതികളിൽ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ഭരണസമിതി പറയുന്നത്. നിരന്തരമായിട്ട് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് കൌൺസിൽ യോഗത്തിലെ സമയം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതുമൂലം പല കൌൺസിൽ യോഗത്തിൽ ഇത് വെച്ചിരുന്നുവെങ്കിലും നമുക്കത് ചർച്ചയ്ക്കെടുക്കാനോ സമയബന്ധിതമായിട്ട് തീരുമാനം അവിടെ കളക്ടറേറ്റിലേക്ക് നൽകാനോ സാധിച്ചിരുന്നില്ല. എംപി ഫണ്ട് 100% വിനിയോഗിച്ച എംപിയാണ് തോമസ് ചാഴികാടൻ. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന ആക്ഷേപവും ഇടതുപക്ഷത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ലൈഫ് മിഷൻ അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കുന്നില്ല എന്ന വിമർശനവും നേരത്തെ UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോട്ടയം എംപിയുടെയും വിമർശനം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ഈ വിഷയം സജീവ ചർച്ചയാവുകയാണ്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.